കേരളത്തിൽ ഇനി വരാൻ പോകുന്നത് മാറ്റത്തിന്റെ വികസനത്തിന്റെ നാളുകൾ. തൃശൂരിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സുരേഷ് ഗോപിക്കും ചരിത്രം കുറിച്ചുകൊണ്ട് മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകാൻ പോകുന്ന നരേന്ദ്രമോദിയെയും വാനോളം പുകഴ്ത്തിയും ആശംസകൾ അറിയിച്ചും രംഗത്തെത്തുകയാണ് നടൻ ദേവൻ ശ്രീനിവാസൻ. വരും നാളുകളിൽ കേരളത്തിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും അതിന് തൃശൂരിൽ നിന്ന് തന്നെ തുടക്കം കുറിച്ചുവെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏത് പ്രതികൂല സാഹചര്യങ്ങളെ വിജയകരമായി നേരിടാൻ മോദിയെയും അമിത്ഷായെയും ആരും തന്നെ പഠിപ്പിക്കേണ്ട എന്നും അദ്ദേഹം പറയുകയാണ്. അതായത് സുരേഷ് ഗോപിയുടെ വിജയം ജനങ്ങളുടെ വിജയമെന്ന് തന്നെ അദ്ദേഹം പറയുന്നു. ജാതിമത വർഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജനങ്ങൾ കണ്ട് വിജയിപ്പിച്ച വിജയമാണ് സുരേഷ് ഗോപിയുടേത്. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിശ്വാസ്യതയുടെ വിജയമാണത്. അടിസ്ഥാനമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് സുരേഷ് ഗോപി നേടിക്കൊടുത്ത സമ്മാനമാണിത്. മലയാളികളുടെ വിജയം നമ്മുടെ വരും നാളുകളിൽ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റത്തിൻ്റെ തുടക്കം തന്നെയാണിത്. സത്യത്തിൽ സുരേഷ് ഗോപി കേരളത്തെ രക്ഷിക്കുകയല്ലേ ചെയ്തതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതായത് സുരേഷ് ഗോപിയുടെ ഗംഭീര വിജയം തന്നെയാണ് നടൻ ദേവൻ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല നരേന്ദ്രമോദി ഇക്കുറി മൂന്നാം തവണ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. ഭാരതത്തെ സേവിക്കാൻ മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ ടീമിനെയും അഭിനന്ദിക്കുന്നുവെന്നാണ് അദ്ദേഹം അറിയിക്കുന്നു. ഏത് പ്രതികൂല സാഹചര്യങ്ങളെ വിജയകരമായി നേരിടാൻ മോദിജിയെയും അമിത്ഷായെയും ആരും പഠിപ്പിക്കേണ്ട. ഈ തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുന്നതിന്റെ തലേന്നാൾ ഞാൻ കൊടുത്ത ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഭൂമിയിലെ മനസ്സുകളും ആകാശവും വായുവും വെള്ളവും മണ്ണും വെളിച്ചവും ശുദ്ധമാക്കാൻ വന്ന പരിഷ്കർത്താവാണ് മോദിജി. ലോകത്തിലെ വൻ ശക്തികൾ ഒത്തൊരുമിച്ചും ഇന്ത്യയിലെ ശക്തിയില്ലാത്ത ശക്തികൾ അവരുടെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തിയും മോദി തോൽക്കണമെന്ന് പറഞ്ഞ് നിലവിളിച്ചാലും നരേന്ദ്രമോദി വിജയിക്കും. നാളെ ജൂൺ 4 നമുക്ക് കാണാം. എൻ്റെ പോസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ മോദിജി വിജയിച്ചു. നിങ്ങൾ വായിക്കണം. പ്രകൃതിയുടെ ചുവരെഴുത്തുകൾ അങ്ങനെ പറയുന്നു. കാരണം മോദി സൂര്യനാണ്, അഗ്നിദേവൻ. സഹിക്കാനാകാത്ത ചൂടുള്ള വൻ സ്നേഹം കൊണ്ടോ ശത്രുത കൊണ്ടോ തൊടാൻ ശ്രമിക്കരുത്, വെന്ത് ചാമ്പലാകും. മോദിജിയെ തോൽപ്പിക്കാനാകില്ല, ഭാരതത്തെയും തോൽപ്പിക്കാനാകില്ല. ഇതാണ് ദേവന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. അതേസമയം ഒരു മനുഷ്യസ്നേഹിയെ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ തളർത്താൻ ശ്രമിച്ചവർക്കുള്ള താക്കീത് തന്നെയാണ് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം. ജനങ്ങൾ ഇത് നൽകിയതാണെന്ന് വ്യക്തമാക്കുകയാണ് നടൻ വിവേക് ഗോപൻ. വിജയമെന്ന തരത്തിൽ തൃശൂർ വിധി എഴുതിയപ്പോൾ വിജയത്തോളം എത്തുന്ന മുന്നേറ്റങ്ങൾക്കും കേരളക്കര സാക്ഷിയാവുകയായിരുന്നു. BJP വിവിധ മണ്ഡലങ്ങളിൽ നടത്തിയ തേരോട്ടം അവിസ്മരണീയമാണെന്നും കേരളത്തിൽ താമര വിരിയുമെന്ന് പറഞ്ഞാൽ വിരിയിച്ചിരിക്കുമെന്നും വിവേക് ഗോപൻ പറയുകയാണ്. സുരേഷ് ഗോപിയുടെ ഉജ്ജ്വല വിജയത്തിൽ പ്രതികരിക്കുകയായിരുന്നു താരം. കെട്ടുകഥകൾ കഥകളാക്കി ചമച്ചവർക്ക് മുന്നിൽ തലയെടുപ്പോടെ പൂരപ്രഭയോടെ സുരേഷ് ഏട്ടൻ ചെമ്പല്ല തനി തങ്കമാണ് സുരേഷ് ഗോപി എന്ന തൃശ്ശിവപ്പേരൂർ വിധി എഴുതിയപ്പോൾ നിഷ്പ്രഭമായി പോയത് കെ മുരളീധരനും VS സുനിൽകുമാറും മാത്രമല്ല, ജയപരാജയങ്ങളുടെ അളവുകോൽ ഇല്ലാതെ മനുഷ്യത്വവും സ്നേഹവും അളന്നു മുറിക്കാതെ യഥേഷ്ടം കൊടുത്ത ഒരു മനുഷ്യസ്നേഹിയെ രാഷ്ട്രീയ വിരോധത്തിന്റെ ഒറ്റ കാരണത്താൽ തളർത്താൻ, തകർക്കാൻ, ഒറ്റപ്പെടുത്താൻ, ഒറ്റുകാരനാക്കാൻ ശ്രമിച്ചവർ കൂടിയാണ്. ഈ വിജയം BJPയുടെ മാത്രമല്ല, കമ്മി സുഡാപ്പി കൊങ്ങി അർബൻ നക്സൽ മതേതരൻ മാനവികൻ ബുദ്ധിജീവി മാപ്ര എന്നിങ്ങനെ പല ശാസ്ത്രീയ നാമങ്ങളിൽ അറിയപ്പെടുന്നവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ ഉജ്ജ്വല വിജയം. നിങ്ങളും കൂടിയാണ് ഈ മൃഗഭൂരിപക്ഷത്തിലേക്ക് സുരേഷ് ഏട്ടനെ എത്തിച്ചത്. നിങ്ങളുടെ നിസ്തുല സേവനം ഭാവിയിൽ മറ്റുള്ള മണ്ഡലങ്ങളിൽ കൂടി വിട്ടുതരണമെന്ന് ഒരു അപേക്ഷ ഈ അവസരത്തിൽ വയ്ക്കട്ടെ. കാരണം ആടിനെ പട്ടിയാക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായി നിങ്ങൾ മുന്നിൽ വെച്ച കെട്ടുകഥകൾ ജനങ്ങൾ പരിശോധിച്ചു. ശേഷം നിങ്ങളെ തന്നെ കണ്ടം വഴി ഓടിച്ചു തൃശ്ശൂരിലെ ജനങ്ങൾ ഓടിയ ചിലർ രാഷ്ട്രീയം തന്നെ മതിയാക്കിയാൽ മതിയെന്ന ചിന്തയിൽ എത്തി നിൽക്കുന്നു. ജനങ്ങൾ നിങ്ങൾക്ക് താക്കീത് തന്നിരിക്കുകയാണ്. ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാകാം, പക്ഷേ അതിനൊരു പരിധിയുണ്ട്. കുടുംബത്തിൽ കയറി കളിക്കരുത്. തൃശ്ശൂർ വിജയം എന്ന തരത്തിൽ വിധി എഴുതിയപ്പോൾ വിജയത്തോളം എത്തുമെന്ന മുന്നേറ്റങ്ങൾക്ക് കേരളക്കര സാക്ഷിയായതും എടുത്തു പറയേണ്ടതാണ്. ശോഭാ സുരേന്ദ്രനെയും V മുരളീധരനെയും രാജീവ് ചന്ദ്രശേഖരനെയും കൃഷ്ണകുമാർ ജിയെയും അടക്കം മികച്ച സ്ഥാനാർത്ഥികളെ അണിനിരത്തി BJP വിവിധ മണ്ഡലങ്ങളിൽ നടത്തിയ തേരോട്ടം അവിസ്മരണീയമാണ്. ഇവരുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാനുള്ള അവസരം തനിക്കുമുണ്ടായി. അതും അഭിമാനകരം തന്നെ എന്നാണ് പറയുന്നത്. കേരളത്തിൽ താമര വിരിയുമെന്ന് പറഞ്ഞാൽ വിരിഞ്ഞിരിക്കും. അംബാനെ തൃശ്ശൂർ എടുക്കുമെന്ന് പറഞ്ഞാൽ എടുത്തിരിക്കും. കേരളം ഭരിക്കുന്നവർക്കും പ്രതിപക്ഷമല്ലാത്ത BJPക്കും ഇതെന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ബൈ ദ ബൈ, നമുക്ക് ഈ കപ്പിത്താനുണ്ടല്ലോ, ഊരിപ്പിടിച്ച വാളിൻ്റെയും അല്ലെങ്കിൽ വേണ്ട കനലൊരു തരി അങ്ങനെ കെടാതെ ഇരുന്നോട്ടെ, ആവശ്യമുണ്ട് ഇനിയുമെന്നാണ് വിവേക് ഗോപനും പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.